വിശ്വാസം തരണമേ എന്നല്ല അവർ പറഞ്ഞത്. വിശ്വാസം, അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. എങ്ങനെ കിട്ടി? വീട്ടിൽ നിന്ന് പൊതിഞ്ഞുകൊണ്ട് വന്നാണോ വിശ്വാസം? ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നോ വിശ്വാസം? ജനിക്കുമ്പോഴേ ഒരളവ് വിശ്വാസമുണ്ട്, അതിന് വാക്യ അടിസ്ഥാനമുണ്ട്. അതിലുപരി എങ്ങനെ വിശ്വാസം കിട്ടി? വാക്യം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. എങ്ങനെ വരുന്നു? ക്രിസ്തുവിന്റെ വചനത്താലാണ് എന്ത് വരുന്നത്? വിശ്വാസം വരുന്നത്. അതുകൊണ്ടാണ് ദാവീദിന്റെ വാക്കുകളെക്കാൾ, ഏലിയാവിന്റെ വാക്കുകളെക്കാൾ അധികം പ്രാധാന്യം ഈ സഭയിൽ യേശുവിന്റെ വാക്കുകൾക്ക് കൊടുക്കുന്നത്. നിന്റെ വിശ്വാസം വർദ്ധിച്ചാൽ നീ വ്യത്യസ്തനാണ്. നിന്റെ വിശ്വാസം വർദ്ധിച്ചാൽ അസാധ്യം സാധ്യമായി. നിന്റെ വിശ്വാസം വർദ്ധിച്ചാൽ നിന്റെ പ്രാർത്ഥന ഫലപ്രദമായി. ദൈവത്തിന്റെ കരങ്ങളെ ചലിപ്പിക്കാൻ കൃപ കിട്ടി വിശ്വസിക്കുന്നവർ ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ. അവിടെ അവർ പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസത്തെ, അതിന്റെ അർത്ഥം അവർക്ക് എന്ത് കിട്ടി? എങ്ങനെ കിട്ടി? കേൾവിയാൽ. യേശുവിന്റെ വാക്കുകൾ അടുത്ത് കേൾക്കുവാൻ ഭാഗ്യം കിട്ടിയവരാണ് അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് മത്തായി അത് എഴുതിയത്, ലൂക്കോച്ചൻ അത് എഴുതിയത്, മർക്കോച്ചൻ അത്. കാര്യം എന്താ? എല്ലാം അടുത്ത് ശ്രദ്ധിച്ച് കേട്ടു. ഞാൻ വിശ്വസിക്കുന്നു അന്നത്തെ കാലത്ത് എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ എഴുതാൻ വേണ്ടി ഓലയോ, എനിക്കറിയത്തില്ല അതിനെപ്പറ്റി, അതവർ കരുതി കാണും. വീട്ടിൽ പോയി എവിടേക്കോ അത് എഴുതി വെച്ച് കാണും അല്ലേ? കാര്യം ഇത്രയും വാക്യങ്ങൾ അതിന് ചിട്ടയെ എഴുതണമെങ്കിൽ അത് ഓരോ ദിവസത്തെയും അല്ലേ എഴുതി വെച്ച് കാണും. എന്തെങ്കിലും ഒരു മാർഗം അവർ കണ്ടു കാണും അല്ലേ? അങ്ങനെ എഴുതി സൂക്ഷിക്കത്തക്കവണ്ണം ഉള്ള അവസരം ആർക്ക് കിട്ടി? അപ്പോസ്തലന്മാർക്ക് കിട്ടി. നിങ്ങൾക്ക് കിട്ടിയോ? കിട്ടിയെങ്കിൽ അത് ഫലപ്രദമായി ഉപയോഗിക്കണം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ട്. അവസരം കിട്ടിയെങ്കിൽ, ഭാഗ്യം കിട്ടിയെങ്കിൽ അത് വൃഥാവായി കാണരുത്. അനേക സഭകൾ വിശ്വാസം കിട്ടാതെ ഭാരപ്പെടുകയാണ്. വെള്ളം കിട്ടാതെ പട്ടിണി കിടക്കുമ്പോൾ നീ വിശ്വാസം വലിച്ചു കുടിക്കുന്നെങ്കിൽ അത് ഭാഗ്യമാണ്, ഭാഗ്യമാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ. യേശു പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, കേട്ടിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ അനേകർ കേൾക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് എന്ത് കിട്ടിയില്ല? അവസരം. യേശു പറഞ്ഞതാണ്. കാര്യം എന്താണ്? അത് അവൻ വചനമായിരുന്നു. പണ്ട് കാലത്ത് വചനം പുറപ്പെട്ടു, അതിൽ പിതാവിൽ നിന്ന് യേശു പുറപ്പെട്ടു, അത് അതിന്റെ പ്രവൃത്തി. എന്നാൽ ഇപ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു എന്ന് പറഞ്ഞാൽ വചനത്തിന് കൈയും കാലും വെച്ചു യേശു. ആ യേശുവിന്റെ വാക്കുകൾ അവർക്ക് എന്ത് കൊടുത്തു? വിശ്വാസം കൊടുത്തു. എന്താണ് വിശ്വാസം? ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഹോദരനുമായി സംസാരിക്കുകയായിരുന്നു. കുരങ്ങ് മൂത്താണ് മനുഷ്യനുണ്ടായെന്ന് അവൻ പറഞ്ഞല്ല, ഒരു ചർച്ചാ വിഷയം. കുരങ്ങ് മൂത്താണ്. അപ്പോൾ ഒരു ചോദ്യം, എന്താ ഇപ്പൊ കുരങ്ങ് മൂക്കാത്ത? അന്ന് മൂത്ത കുരങ്ങ് ഇന്നെന്താ മൂക്കാത്ത? ഒരു ചോദ്യമല്ലേ? വേറൊരു ചോദ്യം, ആ മൂത്ത കുരങ്ങിന് പിന്നെയും മാറ്റമില്ലല്ലോ. ഒരാൾ മൂത്ത് വരുമ്പോഴത്തേക്ക് മാറ്റം വരുന്നതാണല്ലോ രൂപാന്തരം എന്നോ എന്താ പരിണാമം എന്നൊക്കെ പറയുന്നത്. നോക്കുക, ഇന്നും കുരങ്ങില്ലേ? അതൊക്കെ തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ്. മനുഷ്യൻ ചില കാര്യങ്ങൾ എഴുതിയുണ്ടാക്കിയതാണ്. വചനം പറയുന്നു, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 6 ദിവസം കൊണ്ട് അവൻ പറഞ്ഞു, ഉണ്ടാകട്ടെ 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 ഉണ്ടാകട്ടെ. Let there be, let there be, let there be, let there be. There was, let there be, there was, let there be, there was, let there be light, there was light, let there be. Hallelujah. അപ്പോൾ സൃഷ്ടിപ്പ് അതൊരു വലിയ വിശ്വാസമാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ, മുമ്പോട്ട് പോകട്ടെ. നോക്കുക, അവർക്ക് വിശ്വാസം കിട്ടി യേശുവിന്റെ വാക്കുകൾ കേട്ടപ്പോൾ. പക്ഷേ അവരുടെ താല്പര്യം എന്താണ്? കിട്ടിയ വിശ്വാസം പോരാ, അത് വർദ്ധിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ, കിട്ടിയ വിശ്വാസം പോരാ. പറഞ്ഞാട്ടെ, എല്ലാവരും പറഞ്ഞാട്ടെ, കിട്ടിയ വിശ്വാസം പോരാ,
അത് വർദ്ധിക്കും. എല്ലാവരും പറയണം, കിട്ടിയ വിശ്വാസം പോരാ, എനിക്ക് കിട്ടിയ വിശ്വാസം പോരാ. എങ്ങനെ എനിക്ക് കിട്ടിയ വിശ്വാസം പോരാ, അത് വർദ്ധിക്കണം. 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 അവരതിന് പറ്റിയ ആളെ കണ്ടെത്തി. ആരാണ് ആ പുള്ളി? വിശ്വാസത്തിന്റെ നായകൻ, പൂർത്തി വരുത്തുന്നവൻ. പറഞ്ഞു, റിക്വസ്റ്റ് കൊടുത്തു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. മറുപടിയായിട്ട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോടെ നീങ്ങി കടലിൽ ചാടി നട്ടുപോകാന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ആ കാട്ടത്തി നിങ്ങളെ അനുസരിക്കും. ജീവനില്ലാത്ത കാട്ടത്തി നിങ്ങളെ അനുസരിക്കും. എന്താ അർത്ഥം? അതിനർത്ഥം ഇതാണ്, നിന്റെ വിശ്വാസം വർദ്ധിക്കണമെന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ നിന്റെ വിശ്വാസത്തെ ഉപയോഗിക്കണം. ഒരമ്മയും പറഞ്ഞാട്ട്, വിശ്വാസത്തെ ഉപയോഗിക്കണം. നമുക്കറിയാം, ഈ പഴം മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു കത്തിയിരിക്കും, തൊട്ടാ മതി കീറിപ്പോകും. വളരെ സൂക്ഷിച്ചേ കത്തി. പഴം മുറിക്കുന്ന കത്തിയല്ലേ, പഴം വലിയ വലിയ കൂടിയ കട്ടിയുള്ള സാധനമൊന്നും അല്ലല്ലോ. പഴം വളരെ നിസ്സാരമായ അല്ലേ, പക്ഷേ ഇത് കൂടെ കൂടെ ഉപയോഗിച്ച് അത് ഭയങ്കര മൂർച്ചയുള്ളതായി. അതേപോലാണ് വിശ്വാസം. ഇത് കൂടെ കൂടെ ഉപയോഗിച്ചാൽ മൂർച്ചയുള്ളതാകും. ഒന്ന് കരങ്ങൾ, ഉപയോഗം വർദ്ധിക്കുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. കരങ്ങളെ ചേർത്തടിച്ച് ഞാൻ ചോദിക്കട്ടെ മക്കൾ, ആത്മാർത്ഥമായി നിങ്ങൾ ആരും കൈവെക്കുകയോ ഒന്നും പറയണ്ട. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന കാട്ടത്തിയോട്, ഉപയോഗമില്ലാത്ത കാട്ടത്തിയോട്. ചിലപ്പോൾ അത് രോഗമായിരിക്കാം, ചിലപ്പോൾ കടഭാരമായിരിക്കാം, ചിലപ്പോൾ ഒരു നിന്ദയായിരിക്കാം. എത്ര പേര് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ? യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, എതിരായി നിൽക്കുന്ന കാട്ടത്തിയെ നീ വേരോടെ നീങ്ങി കടലിൽ ചാടി നട്ടുപോക. പ്രിയമക്കളെ, ചെറുപ്പകാലത്തിലെ ഇംഗ്ലീഷുകാരൻ്റെ ബുക്കുകളും അവൻ്റെ പ്രസംഗവും കേൾക്കാനുള്ള കൃപ എനിക്ക് കിട്ടി. പാരമ്പര്യ സഭകളിൽ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കത്തില്ല. കാര്യം എന്താണ്? പാരമ്പര്യ സഭകളിൽ നടത്തിപ്പുകാരുടെ താല്പര്യം അവരിൽ ആശ്രയിച്ച് നമ്മൾ പോകണം. പ്രാർത്ഥിക്കാൻ പോലും നന്നായിട്ട് പഠിപ്പിക്കാറില്ല. നീ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ പിന്നെ അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കത്തില്ല. നിന്നെ കെട്ടിയിട്ടിരിക്കും. ഒരു കയറിൻ്റെ ഒരു അറ്റം എപ്പോഴും ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കും? നടത്തിപ്പുകാരൻ്റെ, ദൈവത്തിൻ്റെ കയ്യിലല്ല, നടത്തിപ്പുകാരൻ്റെ കയ്യിൽ. കാരണം അവനറിയാം, നീ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ നീ പുറത്തു പോകും, നീ ഒരു പ്രസ്ഥാനമായിട്ട് മാറും. നീ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ നീ മുഖാന്തരം അനേകരുടെ കെട്ടഴിയും, നീ ഒരു അനുഗ്രഹമാകുമെന്ന് അവർക്കറിയാം. മാത്രമല്ല, അവർക്ക് സാമ്പത്തിക വിഷയത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് അവർ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഒരമ്മയും പറഞ്ഞാട്ടെ, അല്ലാതെ എല്ലാവരുടെയും കാര്യമല്ല, ഒറ്റപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഭക്തന്മാരെയും അപ്പോസ്തലന്മാരെയും തള്ളിപ്പറഞ്ഞല്ലേ സംസാരിക്കുന്നത്. ഒറ്റപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അനേക ഭക്തന്മാരുണ്ട് അല്ലേ, ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചലിപ്പിക്കുന്ന എത്രയോ ഭക്തന്മാരുണ്ട്, ഞാൻ മാത്രമല്ല കേട്ടോ. പക്ഷേ ബഹുഭൂരിപക്ഷം പേരും സമാന്തരമായി പോകുന്നവരാണ്, ലംബമായി പോകുന്നവരല്ല, ദൈവത്തെ കണ്ടുവരുന്നവരല്ല. അവർക്ക് കാര്യം നടക്കണം, വയറിനു വേണ്ടി, അതിനുവേണ്ടി ഏത് ദുഷ്ടമാർഗവും അവർ സ്വീകരിക്കും. പക്ഷേ കിട്ടുന്നതോ നക്കാപ്പിച്ച. ഞാൻ ചിലപ്പോഴൊക്കെ മനസ്സിലാക്കുന്ന കാര്യം അതാണ്. 10, 50, 30 വർഷം മുമ്പ് ഈ കൃത്രിമം കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടു. അവൻ അന്നും ഇന്നും ഒരേ ക്വാളിറ്റി കൃത്രിമക്കാരൻ, തട്ടിപ്പ് വെട്ടിപ്പ്. കിട്ടുന്നതോ നക്കാപ്പിച്ച. ദൈവികമായ അനുഗ്രഹമില്ല, ഇന്നും പിച്ചക്കാരനെ പോലെ തട്ടി നടക്കുകയാണ്. ഒരിടത്തൊരു സ്വാഗതം പറയാൻ അവസരം കിട്ടിയാൽ ഉയർന്നു മൂഢസ്വർഗത്തിൽ ജീവിക്കുന്ന ജീവിതങ്ങൾ. ദൈവാനുഗ്രഹം അതാണോ? അസാധാരണമല്ലേ? മോശയെ പോലെ 6 ലക്ഷം പേരെ ലീഡ് ചെയ്യിക്കാൻ കഴിയുന്ന ഒരു ദൈവം, ദാനിയേലിനെ പോലെ പ്രധാനമന്ത്രിയാക്കാൻ കഴിയുന്ന ഒരു ദൈവം
ദൈവം, ഓ ദാവീദിനെ പോലെ രാജാവാക്കാൻ കഴിയുന്ന ഒരു ദൈവം, മൊർദെഖായിയെ പോലെ രണ്ടാമനാക്കാൻ കഴിയുന്ന ഒരു ദൈവം, യൗസേപ്പിനെ പോലെ ഭക്ഷ്യമന്ത്രിയാക്കാൻ കഴിയുന്ന ഒരു ദൈവം. മക്കളെ, ഈ പറഞ്ഞ ആൾക്കാരെ നമ്മളെ പോലെ നാക്കും മൂക്കും ഒക്കെ ഉള്ളവരായിരുന്നു. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല സംവിധാനങ്ങളും ഇല്ലാത്തവരായിരുന്നു. ഒരു നല്ല ഉടുപ്പ് പോലും ഇടാനുള്ള സംവിധാനമില്ല. മൃഗത്തിന്റെ തോലൊക്കെ ധരിച്ചാണ് അവർ കഴിഞ്ഞത്. പക്ഷേ അവരെ ഉയർത്താൻ കഴിയുമെങ്കിൽ ഇത്രയും സംവിധാനമുള്ള, ഇത്രയും വചനം കേൾക്കുന്ന, ഇത്രയും ബൈബിൾ പഠിക്കുന്ന, ഇത്രയും പ്രാർത്ഥിക്കുന്ന കൃപയാൽ നമ്മളെ എത്രയധികം ദൈവത്തിന് ഉയർത്താൻ കഴിയും. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാണ്. പരദേശിയായി പാർത്ത അബ്രഹാമിനെ അവൻ ദൈവത്തിന്റെ സ്നേഹിതനാക്കി മാറ്റി, ഒരു പ്രഭുവാക്കി മാറ്റി, വിശ്വാസികളുടെ പിതാവാക്കി മാറ്റി. ആടുകളെ മേയിച്ച് കാട്ടിലായിരുന്ന ദാവീദിനെ അവൻ രാജാവാക്കി മാറ്റി. ഞാൻ കഴിഞ്ഞ ദിവസം വചനം വായിച്ചപ്പോഴത്തേക്ക് ശലോമോന്റെ കാര്യം വായിക്കാനിടയായി. നമ്മൾ ശലോമോനെ ഒരു കുഴപ്പക്കാരനായിട്ടാണ് പലപ്പോഴും കാണാറുള്ളത്. പക്ഷെ ജ്ഞാനികളിൽ ജ്ഞാനിയാണ് ആര്? ശലോമോൻ. ശലോമോന്റെ പേര് എവിടെ ഉണ്ട്? വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ ഉണ്ട്. മാത്രമല്ല അവനെക്കുറിച്ച് വായിക്കുന്നത് അവൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനായിരുന്നു. കൈകൾ ദൈവത്തിങ്കിലേക്ക് മലർത്തുന്നവനായിരുന്നു. ദൈവം അവനെ അസാധാരണമായി അനുഗ്രഹിച്ചു. കേൾക്കുന്ന വ്യക്തികളെ, നീയും മുട്ടുമടക്ക്, നീയും കൈമലർത്ത്. മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവത്തിന്റെ മുമ്പിൽ അത്ഭുത വഴികൾ, അസാധാരണ വഴികൾ ദൈവം തുറക്കും. മക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം പ്രചിന്തിക്കുകയായിരുന്നു ഒരു കാര്യം. കൃപയാൽ ഈ കർത്താവിന്റെ മനസ്സിലേക്ക് വന്നു. ഒരു 6-7 കോടി രൂപയെങ്കിലും കർത്താവിൻ്റെ വേലയിൽ പല വിധത്തിൽ സഹായിപ്പാനും പല വിധത്തിൽ അതിൻ്റെ പ്രവർത്തനം ഏർപ്പെടാൻ കൃപ നൽകി. ചിലപ്പോൾ ആലയം പണിതായിരിക്കും. ഒരു ഉദാഹരണം പറയുകയാണ്. നോക്കുക, എത്രമാത്രം അസാധാരണ കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത്. തീർന്നില്ല. അതുകൊണ്ടെല്ലാം ഒഴുകിപ്പോയോ? അവൻ ആർക്കും കടക്കാരനല്ല മക്കളെ. പിടിച്ചു വെച്ച ആൾക്കാരുണ്ട്, കൃത്രിമം കാണിച്ച ആൾക്കാരുണ്ട്. അവരൊന്നും എൻ്റെ 7 അയലത്തെടുക്കത്തില്ല. കാര്യം എന്താണ്? ഇത് വിശ്വാസ മാർഗമാണ്. ഇത് ദൈവം അറിയുന്ന മാർഗമാണ്. സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ആക്യുറേറ്റ് ആണ്. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്ക്, സത്യമായി വിളിച്ചപേക്ഷിക്ക്, ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്ത്, മല്ല് പിടിച്ച് പ്രാർത്ഥിക്ക്. ഒരു ദാവീദായിട്ട് ഉയർന്നു വാ, ഒരു ഏലിയാവായിട്ട്, ഒരു ഹല്ലേലൂയ, ഒരു യിരെമ്യാവായിട്ട് ഉയർന്നു വാ, ഒരു പത്രോസായിട്ട് ഉയർന്നു വാ, ഒരു പൗലോസായിട്ട് ഉയർന്നു വാ. നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, അത്ഭുത വിഷയമാക്കുന്ന ഒരു ദൈവമുണ്ട്. മടങ്ങി വരട്ടെ. അവർ പറയുകയാണ്, ഞങ്ങളുടെ വിശ്വാസത്തെ യേശു പറഞ്ഞു വർദ്ധിപ്പിക്കാം. എങ്ങനെ? നിങ്ങൾ ഒരു ചുവട് വെക്കണം, നിങ്ങളുടെ വിശ്വാസത്തെ നിങ്ങൾ ഉപയോഗിക്കണം. പ്രിയ മക്കളെ, ഒരു ഹോംവർക്ക് ഞാൻ തരട്ടെ. ഹോംവർക്ക് ഇത് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഒരു ഹോംവർക്ക്. നിങ്ങൾക്കെയും പ്രയാസം കാണും, കടഭാരം കാണും. ഒന്ന് പറയാൻ കഴിയുമോ? വീട്ടിൽ പോയിട്ട് ആഹാരമൊക്കെ കഴിച്ച് ഇന്ന് വൈകിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് വൈകിട്ട് ഒന്ന് കുത്തിയിരിക്കണം, മുട്ടുമടക്കിയിരിക്കണം. പറയണം, നാളുകളായി എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയമേ, നീ വേരോടെ നീങ്ങി കടലിൽ ചാടി നട്ടുപോക. നാളുകളായി എന്നെ ഭാരപ്പെടുത്തുന്ന രോഗവിഷയമേ, യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ വേരോടെ നീങ്ങി കടലിൽ ചാടി നട്ടുപോക. നാളുകളായി എൻ്റെ നിന്ദകളോട് ഞാൻ കൽപ്പിക്കുന്നു, നിന്ദകളെ വേരോടെ നീങ്ങി കടലിൽ ചാടി നട്ടുപോക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. മനുഷ്യന്റെ മുമ്പിൽ തലവെച്ച് കൊടുക്കാതെ നിങ്ങൾ തന്നെ ചുവടുകൾ വെക്ക്. അതാണ് യേശു താല്പര്യപ്പെട്ടത്. യേശു പറഞ്ഞു, ഞാൻ വിശ്വാസ നായകനാണ്. എല്ലാവർക്കും നിങ്ങളുടെ ആഗ്രഹം പോലെ ഒരളവ് വിശ്വാസം ഇവിടെ തന്നിരിക്കുന്നു, സ്വീകരിച്ചു എന്ന് പറഞ്ഞു യേശു? ഇല്ല. അതിന് ചെയ്വനെ പറഞ്ഞു കൊടുത്ത അവർക്ക് വേണ്ടി മാത്രമല്ല,
നമുക്കും കൂടെ ചേർത്താണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. അന്ന് അവർക്ക് പറഞ്ഞത് കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. അന്ന് പറഞ്ഞു കൊടുത്തത് നമുക്ക് അനുഗ്രഹമായി മാറി. എങ്ങനെ വിശ്വാസം ഉപയോഗിക്കണം, വിശ്വാസം ഉപയോഗിക്കണം. പറഞ്ഞാട്ടെ, വിശ്വാസം ഉപയോഗിക്കണം, വിശ്വാസം ഉപയോഗിക്കണം. മക്കളെ, അത് ഓരോ സന്ദർഭത്തിലും ഉപയോഗിക്കണം. ചെറുതും വലുതുമായ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായി കാണണം. എന്നിട്ട് അതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എൻ്റെ മരുമകൻ ഈ മെഡിറ്റിന ഹോസ്പിറ്റലായിരുന്നു ഡ്യൂട്ടി. രാവിലെ ഞാൻ കൊണ്ടുവിടാൻ പോകും. ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ഇറങ്ങുന്നത്. അവൻ അവിടെ പോയി കാറിൽ ഇറങ്ങുമ്പോൾ ഞാൻ പറയും, മോനെ, ഓരോ ചികിത്സയ്ക്ക് മുമ്പ് നീ ഒന്ന് പ്രാർത്ഥിക്കണം. വീണ്ടും പറഞ്ഞു, മോനെ, മറ്റേത് ഡോക്ടറെക്കാളും നിനക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും. കാര്യം, നിന്റെ കൂടെ ഒരു ആത്മവൈദ്യനുണ്ട്. മറ്റേത് ഡോക്ടറെക്കാളും ഫലപ്രദമായി പ്രവർത്തിക്കാൻ നിനക്ക് കഴിയും. നിന്നേക്കാൾ കഴിവുള്ള ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. മക്കളെ, നമ്മളൊക്കെ വലിയ ഭാഗ്യം ചെയ്തവരാണ് കേട്ടോ. ആയിരക്കണക്കിന് ജീവിതങ്ങളാണ് ഊമദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. വല്ല ഗുണവുമുണ്ടോ? പാരമ്പര്യ രീതിയിൽ ആരാധിക്കുന്ന ആയിരക്കണക്കിന് ജീവിതങ്ങൾ ചുറ്റുപാടുമുണ്ട്. എത്ര തലയിട്ടടിച്ചാൽ എന്താ വിശേഷത? എത്ര ഉരുണ്ടാൽ എന്താ വിശേഷത? എത്ര മുറിവുണ്ടാക്കിയാൽ എന്താ വിശേഷത? വല്ല ഉണ്ടോ? വെറുതെ രക്തം പോകുന്നില്ല, ഒരു ഗുണവുമില്ല. പക്ഷേ നിന്റെ ഒരു കൊച്ചു പ്രാർത്ഥന പോലും അസാധാരണമായത് ചെയ്യും. ഒന്ന് കരങ്ങളെ ചേർത്തടിക്കാൻ കഴിയുമോ? നിന്റെ ഒരു കൊച്ചു പ്രാർത്ഥന പോലും ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് ദൈവം നോക്കുന്നത്. അവൻ നോക്കുന്നത് നിന്റെ ഭാഷയല്ല, നിന്റെ ശൈലിയല്ല. അവൻ നോക്കുന്നത് എത്ര വാക്യം പറഞ്ഞോന്നല്ല, എത്ര നേരം നിന്റെ സമർപ്പണമാണ് അവൻ നോക്കുന്നത്. മുട്ടുമടക്കുമ്പോൾ തന്നെ അത്ഭുതം സംഭവിച്ചു. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച്, എന്റെ മകൻ എന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ അവനെ വിടുവിക്കും. കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒരു ആഴമേറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് മുമ്പേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. ചില കാര്യങ്ങൾ മനസ്സിലാക്കി പോകുന്നതല്ല, ഒരുപാട് കാര്യം കേൾക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകണം. നിന്റെ വിശ്വാസത്തിൽ നീ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത്, നിനക്ക് പ്രോസ്പെരിറ്റി നൽകാൻ ദൈവത്തിന് കഴിയുമെന്നാണ്. എന്താണ്? നിനക്ക് അഭിവൃദ്ധി, പ്രോസ്പെരിറ്റി. വാക്യം വേണോ? വായിച്ചാട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാമത്തെ വാക്യം. നിനക്ക് പ്രോസ്പെരിറ്റി നൽകാൻ ദൈവത്തിന് കഴിയുമെന്ന് നീ വിശ്വസിക്കണം. വാക്യം വായിച്ചേ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. എന്ത് കൊടുക്കുന്നു? ഇത് വെറും 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 വാക്കല്ല. ഇത് ഫലമില്ലാത്ത പ്രവൃത്തിയല്ല. ഒരമ്മയും പറഞ്ഞാട്ടെ, ഇത് പ്രതിഫലമുള്ള പ്രവൃത്തിയാണ്. ദൈവത്തിൽ വിശ്വസിക്കുക. എന്ത് വിശ്വസിക്കുക? എനിക്ക് പ്രതിഫലം കിട്ടും. ഈ ആരാധനയിൽ ഞാൻ പങ്കെടുക്കുന്നു, എനിക്ക് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. ഞാൻ ആത്മാവിനെ നേടുന്നു, എനിക്ക് പ്രതിഫലം കിട്ടും. വിശ്വാസ വാക്ക് പറയുന്നു, എനിക്ക് പ്രതിഫലം കിട്ടും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, എനിക്ക് എന്നെ ശക്തവും വ്യക്തവുമായി മാനിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. നിന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയും എന്ന വിശ്വാസമാണ് ഏറ്റവും വലിയ വിശ്വാസം. സമാന്തരമായി പോകുന്നവർക്ക് വിശ്വാസമില്ല. പ്രിയമക്കളെ, ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമായി പറയട്ടെ. എൻ്റെ അനുഭവം കൂടെയാണിത്. ചില നാളുകൾക്ക് മുമ്പ്, 2 വർഷമോ 2.5 വർഷമാകുമെന്ന് തോന്നുന്നു, പേരൊന്നും ഞാൻ പറയുന്നില്ല, നെറ്റിൽ ഞാനിങ്ങനെ ചില പ്രസംഗം കേട്ടപ്പോഴത്തേക്ക് ഒരു സ്ത്രീ ഭയങ്കര വിമർശനം, സത്യവേലയെ ഭയങ്കര വിമർശനം, ഭയങ്കര ജാടയും ബഹളവും. ദൈവാത്മാ പറഞ്ഞു, ഇവളെ ഒന്ന് കെട്ടണം. ഇവളെ ഒന്ന്, വലിയ പ്രസ്ഥാനത്തിന്റെ ഒരു ഉടമയാണ്,
പ്രസംഗിക്കാൻ ആവശ്യം പോലെ സമയമുണ്ട്, കേൾക്കാൻ ആവശ്യം പോലെ ആൾക്കാരുമുണ്ട്. പറയുന്നത് ഭയങ്കര വർഗീയതയാ, അറുത്തു മുറിച്ചാ പറയുന്നത്. ഞാൻ പറയാം, ആ ദുഷ്ട പിശാചിനെ ഞാൻ കെട്ടുന്നു, ഞാൻ കൈകറക്കും, കെട്ടുന്നു. മക്കളെ, ഞാൻ പിന്നെ കേട്ടിട്ട് പോലുമില്ല, അവരെ കാണാനുമില്ല, കേൾക്കാനുമില്ല, പൊടി പോലുമില്ല. അനിൽ സ്പ്രേ പണ്ട് പറയത്തില്ലേ, സത്യമാ മക്കളെ. നിന്നെ പോലെ അധികാരമുള്ളവൻ വേറെ ആരുണ്ട്? ഓ, നിന്നിൽ വ്യാപരിക്കുന്ന അധികാരം വിശ്വാസത്തിന്റെ അധികാരമാണ്. നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും, അഴിഞ്ഞിരിക്കും, അഴിഞ്ഞിരിക്കും. ഒന്നൊന്നുമല്ല, വേറെയും ചില ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ പേരൊന്നും നമ്മൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ വർഗീയത പ്രസംഗിക്കുന്നവരല്ല. ആരെയും മുറിപ്പെടുത്തുന്ന വാക്കുകൾ നമുക്ക്, പക്ഷേ കാര്യം നടക്കുകയും വേണം അല്ലേ? കള്ളനെ കണ്ടാൽ ഹായ് പറയണം, പക്ഷേ കള്ളനെ കെട്ടണം. അതാ വിഷയം. അവനോട് ഇങ്ങനെ കാണിച്ചാൽ അവൻ വല്ല ആവുമോ? നെറ്റിക്കൂടെ ഇതോ കള്ളം വരുന്നു പറഞ്ഞ വല്ല ആവുമോ? അതവന് പ്രോത്സാഹനമാണ്. കള്ളപ്രവാചകനെ നെറ്റിക്കൂടെ പറഞ്ഞു നോക്കെ, അതവന് പ്രോത്സാഹനമാണ്. കാര്യം അവനെ തേടി ചില ആൾക്കാരുണ്ട്. പറയരുത്, പക്ഷേ അവനെ കെട്ടണം. അധികാരം നീ ഉപയോഗിക്കണം. അതാണ് യേശു പഠിപ്പിച്ചത്. ഉപയോഗമില്ലാത്ത അത്തികളെ സ്ഥലം മെനക്കെടുത്തിക്കൊണ്ട് തടസ്സമായി നിൽക്കുന്ന കാട്ടത്തികളെ നീ ശപിച്ച് ഉണക്കണം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ട് ശപിച്ച് ആ ദുഷ്ട പിശാചിനെ. നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വഭാവങ്ങളെ ദുഷ്ടാത്മസേനയോട്. ഇതിന്റെയൊക്കെ അകത്ത് വ്യാപരിക്കുന്ന ദുഷ്ടശക്തിയുണ്ട്. ജീവിതങ്ങളെ ഇസങ്ങളിലേക്ക് കൊണ്ടുപോയി, തീവ്രവാദങ്ങളിലേക്ക് കൊണ്ടുപോയി, ആരുടെ അക്രമവാസനയിലേക്ക് കൊണ്ടുപോയി നശിപ്പിക്കുന്ന ദുഷ്ട പിശാചുണ്ട്. മന്ത്രവാദത്തിന്റെ ദുഷ്ട പിശാചുണ്ട്. നിനക്ക് പോരാട്ടം ഈ പിശാചോടായിരിക്കുന്നത്. നീ കെട്ടിയാൽ കെട്ടിയതാ, നീ അഴിച്ചാൽ അഴിച്ചതാ. ഒരാമയും പറഞ്ഞാട്ടെ. വിശ്വാസം വർദ്ധിക്കണം. അതിനൊക്കെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നാം ചെയ്യണം. വചനം വായിക്കണം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ വായിക്കണം. 91 സങ്കീർത്തനമല്ല വായിക്കേണ്ടത് കേട്ടോ. അത് നല്ല കാര്യമാണ്, കൊള്ളാം. പക്ഷേ അതിലുപരിയായിട്ട് എന്ത് വായിക്കണം? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഒരു ദൈവമകന് കിട്ടിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് യേശുവിൻ്റെ വാക്കുകൾ. ഒരമ്മ പറഞ്ഞാട്ടെ. അത് വായിച്ചാൽ എന്ത് കിട്ടും? വിശ്വാസം. മുമ്പോട്ട് പോകാം. അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഒരു കാര്യം, പ്രവർത്തികൾ 9:31, ആത്മീകം വർദ്ധിക്കണം. കമാൺ. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. ആത്മീക വർധന. ഞാൻ പറയാറുണ്ട്, മനുഷ്യന് എത്ര ഘടകമുണ്ട്? 3 ഘടകമുണ്ട്. ദേഹം, ദേഹി, ആത്മാവ്. ഇതിൽ ആത്മാവെന്ന ഘടകത്തിന് വർധന ഉണ്ടാകണം. ആത്മാവ് ദൈവമായി ബന്ധപ്പെടണം. ദൈവം മനുഷ്യനിൽ വെച്ച ഘടകമാണ് എന്ത്? ഈ ആത്മാവിനെ അവസാന നിമിഷം ആരുടെ കയ്യിൽ ഏൽപ്പിക്കണം? ആര് തന്നോ അവൻ്റെ കയ്യിൽ. പക്ഷെ ഇതിനെ പിടിച്ചു വാങ്ങാൻ നിൽക്കുന്ന ആരുണ്ട്? ഒരു ദുഷ്ട പിശാചുണ്ട്. ഇങ്ങിതാ, ഞാൻ കൊണ്ട് എവിടെ ഇടാം? യാതനാ സ്ഥലത്തിടാം. വേണ്ട, ഇത് എനിക്ക് തന്ന ഒരു ഉടയവനുണ്ട്. ഞാൻ എൻ്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ഒരാമേൻ പറഞ്ഞാട്ട്. അതാണ് യേശു അവസാനം ചെയ്തത്. മരണത്തിൽ പറയുകയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. ഓ, നിനക്ക് വിലയുള്ളൊരു ഘടകം തന്ന ദൈവത്തിന് അത് മടക്കി കൊടുക്കണം. അല്പം കൂടെ ശക്തിപ്പെടുത്തി, ബലപ്പെടുത്തി, വിശ്വാസമുള്ളതാക്കി മാറ്റി, വിലയുള്ളതാക്കി മാറ്റി നീ മടക്കി കൊടുക്കണം. അവിടെയാണ് നീ വിലയുള്ളവനായി മാറുന്നത്. ഇവിടെ വായിച്ച കാര്യം എന്താണ്? ആത്മീക വർധന പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ആത്മീകമായുള്ള കാര്യങ്ങളിൽ ഒരു വർധനവ്, ദൈവികമായ കാര്യങ്ങളിൽ ഒരു വർധന. ജഡം
വർദ്ധിക്കരുത്. ജഡത്തിലാണ് ജീവിക്കുന്നത്. ജഡത്തെ ഒഴിവാക്കി പോകാൻ ഒക്കത്തില്ല. ജഡത്തിൻ്റെ ഇച്ഛകളൊക്കെ നമുക്കുണ്ട്. പക്ഷേ അതിനെ അടിച്ചമർത്തി, അതിനെ മരിപ്പിച്ചിട്ട് എന്തിനു വർധന കൊടുക്കണം? അകത്തെ ഘടകത്തിന്, ആത്മീയതയ്ക്ക് വർധനവുണ്ടാക്കണം. ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുത്തണം. സ്വർഗീയന്മാരായി ഉയരണം. സ്വർഗത്തെ ബലാത്കാരം ചെയ്യണം. സ്വർഗത്തിൽ സ്ഥിരമായ വചനം ബലാത്കാരം ചെയ്യണം. ഇപ്രകാരം വായിക്കുന്നു, ബലാത്കാരികൾ സ്വർഗരാജ്യം ബലാത്കാരം ചെയ്യുന്നു, ബലാത്കാരേണ അതിൽ കടക്കുന്നു. അപ്പോൾ വിശ്വാസം വർദ്ധിക്കണം, ആത്മീകം വർദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, സ്തോത്രം വർദ്ധിക്കണം. വേഗത്തിൽ 2 കൊരിന്ത്യർ 4:15 വാക്യം. സ്തോത്രം വർദ്ധിക്കണം. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ. മതി, സ്തോത്രം വർദ്ധിക്കണം. സ്തോത്രം വർദ്ധിക്കണമെങ്കിൽ കൃപ കിട്ടണം. എന്താണ് കൃപ? ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവാണ് കൃപ. അതുകൂടെ കൃപയിലുണ്ട് കേട്ടോ. ഞാൻ ആരാണ്? ഞാൻ എവിടെയായിരുന്നു? ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ആനുകൂല്യം എന്താണ്? ഞാനും ദൈവമായുള്ള ബന്ധം എന്താണ്? ഞാൻ എവിടുത്തെ പൗരനാണ്? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ കൃപ വേണം. ഒരമ്മൻ പറഞ്ഞാട്ട് എന്ത് വേണം? വിദ്യാഭ്യാസം മാത്രം പോരാ, സൗന്ദര്യം മാത്രം പോരാ, പണം മാത്രം പോരാ. ദൈവത്തിന് കൃപയുണ്ടെങ്കിലേ തിരിച്ചറിവ് കിട്ടൂ. ഞാൻ മാനിക്കപ്പെടുകയാണ്, ഞാൻ സൗഖ്യമാക്കപ്പെടുകയാണ്, ഞാൻ ഉയർത്തപ്പെടുകയാണ്, ഞാൻ സംരക്ഷിക്കപ്പെടുകയാണ്. എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു പിതാവുണ്ട്, എന്നെ സഹായിപ്പാൻ ഒരു സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഞാൻ തളരുകയില്ല, ക്ഷീണിക്കുകയില്ല. തക്ക സമയത്ത് അത്ഭുത വഴികൾ എനിക്ക് വേണ്ടി മാത്രമായി തുറക്കപ്പെടും. കൃപ വ്യാപരികത്. കൃപ വ്യാപരിച്ചാൽ സ്തോത്രം വരും, അല്ലേ? ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഉറങ്ങുമ്പോഴേ, കർത്താവേ എത്ര നല്ലൊരു ജീവിതമാണ് നീ എനിക്ക് തന്നത്, സ്തോത്രം. നമ്മളും പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, എത്രയോ ജീവിതങ്ങള് ഇസങ്ങളിൽപ്പെട്ട്, തീവ്രവാദങ്ങളിൽപ്പെട്ട് അലഞ്ഞു തിരിയുമ്പോൾ പിരിമുറുക്കങ്ങളില്ലാത്ത ജീവിതം. ഹല്ലേലൂയ. ആരെയും ഭയപ്പെടേണ്ട, ഒന്നും തടസ്സമല്ല. ഒരൊറ്റ തടസ്സമേ ഉള്ളൂ. എന്താണ് പറയാമോ? ഒരൊറ്റ തടസ്സമേ ഉള്ളൂ, പ്രാർത്ഥന കുറവെന്ന തടസ്സം. വേറെ ഒരു തടസ്സവും ഇല്ല. പ്രാർത്ഥന കുറവെന്ന തടസ്സമേ ഉള്ളൂ, വേറെ ഒരു. ആരോ പറഞ്ഞു പിശാച് തടസ്സമാണ്. പിശാച് നിസ്സാരനാണെന്ന്. പിശാച് ആരാണ്? നിസ്സാരനാണ്. എന്താ യേശു പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. പിശാചിന്റെ കാലിന്റെ കീഴില. തടസ്സം പ്രാർത്ഥന കുറവ് മാത്രമാണ്. അതൊന്നു പരിഹരിച്ചാൽ എല്ലാം സ്തോത്രത്തിന് കാരണമാകുകയാണ്, നന്ദി പറയാൻ കാരണമാകുകയാണ്. കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. മക്കളെ, ഞാൻ ചില അനുഭവം കൂടെ പറയുന്നത്, ഞാൻ ഈ ദിവസങ്ങളിൽ പഠിപ്പിക്കുന്ന കാര്യമാണ് ഡു എവറിത്തിങ് വിത്ത് എ ഷോർട്ട് പ്രയർ. എൻ്റെ ഒരു പ്രത്യേക ഒരു വിഷയമാണ് ഡു എവറിത്തിങ് വിത്ത് എ ഷോർട്ട് പ്രയർ. അപ്പോൾ നമ്മളും പഠിപ്പിക്കുന്നെങ്കിലും പലപ്പോഴും പലതും മറന്നു പോകാറുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതകരം നടന്നു. പക്ഷേ ഇന്നലെ അല്പം ധൃതിയായിപ്പോയി. വേറൊന്നുമല്ല, അല്പം വേറൊരു മീറ്റിങ്ങിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അല്പം ബിസി ആയിപ്പോയി. അപ്പോൾ എൻ്റെ ഒരു കാറിൻ്റെ രജിസ്ട്രേഷൻ നടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അപ്പം ഒരു പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ അത്രയും ചെലവ് വരത്തില്ലായിരുന്നു. ഒരു 10 രൂപ കീറി. അത്രയും ചെലവ് വരത്തില്ലായിരുന്നു. ഞാൻ ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിച്ച് സമയം കിട്ടിയില്ല. പക്ഷേ എത്ര രൂപ അങ്ങ് പോയി? 10,000 രൂപ അങ്ങ് പോയി. അത്രയും അല്ല, ഒരു 5,000 രൂപ 6,000 രൂപയൊക്കെ ആവും, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. മറക്കരുത്. എന്തു മറന്നാലും എന്തു മറക്കരുത്? എന്ത് മറന്നാലും പ്രാർത്ഥന മറക്കരുത്. പ്രിയ മക്കളെ, നിങ്ങൾ ജീവിക്കുന്ന സമയങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുമ്പോഴല്ല, നിങ്ങൾ ഒരുപാട് പേരുമായി ബന്ധപ്പെടുമ്പോഴല്ല,
നിങ്ങൾ ജീവിക്കുന്ന സമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ ജീവിക്കുന്ന സമയം നിങ്ങളുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾ നോക്കുന്ന സമയമാണ്. നിങ്ങൾ ജീവിക്കുന്ന സമയം ആത്മാക്കളെ നേടുന്ന സമയമാണ്. നിങ്ങൾ ജീവിക്കുന്ന സമയം ആലയത്തിൽ നിങ്ങൾ ചെലവഴിക്കുന്ന സമയങ്ങളാണ്. ബാക്കിയെല്ലാം വെള്ളത്തിൽ വരച്ച വരയാണ്. അതാണ് വചനം പഠിപ്പിക്കുന്നത്. ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമം. അർത്ഥമറിയാമോ? ഒരു ദിവസം ദൈവസന്നിധി ചിലവഴിക്കുമ്പോൾ നിന്റെ ആയുസ്സിനോട് 1000 ദിവസം കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. കരങ്ങളെ ചേർത്തടിക്കാമോ? ഒരു ദിവസം, ഒരു ഞായറാഴ്ച ആലയത്തിൽ ചിലവഴിക്കുമ്പോൾ 1000 ദിവസങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഒരു ദൂതൂടെ പറയട്ടെ, കേൾക്കാൻ ഇഷ്ടമുണ്ടോ? ഒരു ദിവസം ആലയത്തിൽ മുടക്കം വരുത്തുമ്പോൾ ആയുസ്സിൻ്റെ 1000 ദിവസങ്ങൾ നഷ്ടപ്പെടുകയാണ്. അത് വേണ്ടായിരുന്നില്ലേ? സത്യമായിട്ട് പറയണം അല്ലേ? ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. ഇത് സുഖിപ്പീര് പരിപാടിയല്ല, വില കൊടുക്കുന്ന മാർഗമാണ്. കരങ്ങളെ ചേർത്തടിച്ചാണ്. സോപ്പ് ചിപ്പ് കണ്ണാടിയല്ല. വില കൊടുത്താൽ വിലയുള്ളത്. കരങ്ങളെ ചേർത്തടിച്ച് ഭക്തിയോടെ സ്തുതിക്കട്ടെ. അപ്പോൾ കൃപ കിട്ടിയാൽ സ്തോത്രം വർദ്ധിക്കും. വേഗത്തിൽ ഫിലിപ്പിലേഖനം 1-9 വാക്യം വായിക്കുന്നു. സ്നേഹം വർദ്ധിക്കണം. പറഞ്ഞു പോകാനേ സമയമുള്ളൂ. വേഗത്തിൽ നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനം. നിങ്ങളുടെ സ്നേഹം വർദ്ധിക്കണം കേട്ടോ. എന്ത് സ്നേഹമാണ് വർദ്ധിക്കേണ്ടത്? ലോക സ്നേഹമല്ല, ദൈവസ്നേഹം വർദ്ധിക്കണം. അതിലുപരി ദൈവത്തോടുള്ള സ്നേഹം വർദ്ധിക്കണം. ഒരു കുരിശ് നിങ്ങളിൽ വെളിപ്പെടണം. എന്താണ് ദൈവത്തോടുള്ള സ്നേഹം? സഹവിശ്വാസികളുമായുള്ള, വിശുദ്ധന്മാരുമായുള്ള ഒരു സ്നേഹം, അത് വെളിപ്പെടണം. വീണ്ടും കൃപ 1 തിമോഥെയോസ് 1:14 വാക്യം. നമ്മുടെ കൃപ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അത്യന്തം വർദ്ധിച്ചുമിരിക്കുന്നു. കൃപ വർദ്ധിക്കണം. വീണ്ടും എബ്രായ ലേഖനം 10:25 വാക്യം. എബ്രായർ 10:25. സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ. എന്ത് വർദ്ധിക്കണം? ഉത്സാഹം. അവിടെ വർദ്ധിക്കേണ്ട കാര്യം എന്താണ്? എന്തിനു വേണ്ടെന്താണ്? ഉത്സാഹം. ആരാധനയ്ക്ക് പോകാൻ എന്ത് വേണം? കാറ് മതിയോ? ഉടുപ്പ് നിക്കറ് മതിയോ? ഉത്സാഹം വേണം. അത് വർദ്ധിക്കണം. ആത്മാക്കൾ നേടാൻ എന്ത് വേണം? ഉത്സാഹം വേണം. പ്രാർത്ഥിക്കാൻ എന്ത് വേണം? ഉത്സാഹം വേണം. ഒരു ഉത്സാഹം എവിടെ നോക്കിയാലും ഒടിഞ്ഞു തങ്ങി കൊണ്ടിരുത്തിയ അവിടെ അങ്ങിരുന്നു. അങ്ങനല്ല. നീ ആരാണ്? മലമേൽ ഇരിക്കുന്നൊരു പട്ടണമാണ്. മറഞ്ഞിരിക്കുവാൻ പാടില്ല. തണ്ടിൽ മേൽ വെച്ച വിളക്കാണ് ദൈവം നിന്നെ പ്രകാശിപ്പിച്ചത്, ഒരു വിളക്കാക്കി മാറ്റിയത്. കരിന്തിരി കത്തിയിരുന്ന നിന്നെ, ആർക്കും വേണ്ടാതെ പുറംപറമ്പിൽ എറിയപ്പെട്ട നിന്നെ ഒരു വിളക്കാക്കി മാറ്റി എണ്ണ ഒഴിച്ച് കത്തിച്ചത് കിടക്കടിയിൽ വെക്കാൻ വേണ്ടിയല്ല, ഉറങ്ങാൻ വേണ്ടിയല്ല. മലമേൽ തണ്ടിന്മേൽ വെച്ച് അനേകർക്ക് അത് പ്രകാശമായി തീരുവാൻ വേണ്ടിയാണ്. ഒന്ന് കരം